ഉച്ചയായ സമയത്ത് എല്ലാവർക്കും പ്രത്യേക വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ സമർപ്പിക്കുന്നു. I want to thank the organizers of this one-day family meet for inviting me to be in this very special time. ഈ പ്രത്യേക സമയം പാസ്റ്റേഴ്സിന്റെ ഫാമിലി മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന ഗുഡ്നസ് ബെത്ലഹേം ചാപ്റ്റർ ഇങ്ങനെ അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I want to greet Pastor Biju Hebron and the Vice President, Pastor Bethel, and all the other officials, as well as Pastor Abraham George, who is leading this, moderating this session. ഗുഡ്നസ് ബെത്ലഹേം ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിജു ഹെബ്രോൻ, അതോടൊപ്പം തന്നെ ഗുഡ്നസ് ബെത്ലഹേം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ, ഈ സിംബോസിയം മോഡറേറ്റ് ചെയ്യുന്ന മാസ്റ്റർ എബ്രഹാം ജോർജ്, ഇങ്ങനെ എല്ലാവരോടുള്ള പ്രത്യേക വന്ദനം നന്ദി പ്രകാശിക്കുന്നു. I want to thank Good News for such opportunities and venues that they create for pastors to come together along with elders and discuss about their issues and problems. പാസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ അവരുടെ ശുശ്രൂഷകൾ സ്വീകരിക്കുന്ന സഹശുശ്രൂഷകന്മാരെ, മൂപ്പന്മാരെ, അവർക്ക് ഒന്നിച്ച് കൂടി വന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങളെ, ശുശ്രൂഷ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ അവസരമൊരുക്കുന്ന ഗുഡ്നസിന്റെ പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. I thank Good News for the several decades of their ministry to people through the media. കഴിഞ്ഞ അനേക പതിറ്റാണ്ടുകളായി കേരളത്തിലും പലയിടങ്ങളിലും ഗുഡ് ന്യൂസ് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നല്ല മഹനീയ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And also greetings to all the pastors, respected pastors, families, and not to forget the little children. അതോടൊപ്പം തന്നെ പാസ്റ്റേഴ്സിനെ മാത്രമല്ല അവരുടെ ജീവിത പങ്കാളികൾ, അതോടൊപ്പം തന്നെ പാസ്റ്റേഴ്സിന്റെ എല്ലാ മക്കൾ, എൽഡേഴ്സിന്റെ എല്ലാ മക്കൾ, അവരെ എല്ലാം കർത്താവിൽ വന്ദനം ചെയ്യും. Let me introduce myself as well a little bit, because this is my first visit to Bahrain. I've been to all the other GCC countries, but not Bahrain. ഞാൻ മുൻപേ മറ്റ് GCC കൺട്രികളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ബഹ്റൈനിലേക്ക് സന്ദർശിക്കുന്നത്. എന്നെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്തുന്നത്. I was born and raised in Chennai. ഞാൻ ജനിച്ചത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. And as some people said, yes, I am a Malayali. തമിഴ് പേസ തെരിയും, ஆனால் நான் ഉണ്மைയിലെ ഒരു മലയാളത്താണ്. തമിഴും മലയാളവും ഒക്കെ അതുകൊണ്ട് ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ കഴിയും. But I have only studied English and Hindi in the school formally. എന്നാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠന മാധ്യമം ഇംഗ്ലീഷും ഹിന്ദിയുമായിരുന്നു. I cannot write or read Tamil or Malayalam, so when it comes to formal messages and speaking, I am a little handicapped. That's why I prefer to speak in English, where my thought process helps me to flow smoothly. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഔദ്യോഗികമായിരിക്കുന്ന സന്ദേശങ്ങൾ നൽകുമ്പോൾ ഇംഗ്ലീഷ് പറയേണ്ടതായിട്ട് വരുന്നു. മലയാളവും തമിഴും ഒക്കെ അറിയാമെങ്കിലും അത് ഞാൻ എഴുതാറില്ല, പറയുക മാത്രമേ ചെയ്യാറുള്ളൂ. And I know it's a challenge because it takes up your time, especially in a day like this when you are running behind on time. This does not help. ഇങ്ങനെ ട്രാൻസ്ലേഷൻ ഉള്ളത് സമയത്തിന്റെ കൂടുതൽ എടുക്കുന്ന ഒരു പരിമിതി ഉണ്ട് എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബിസി പ്രോഗ്രാമിന്റെ നടുവിൽ. But I want to still say that God has been good to me. He has helped us. My parents are from Neranam, Thalapudi area. എന്റെ മാതാപിതാക്കൾ തിരുവല്ലയ്ക്ക് അടുത്ത് നെരണം, തലവടിയിൽ നിന്നുള്ളവരാണ്. My mother is from Kottarakara. എന്റെ അമ്മയുടെ വീട് കൊട്ടാരക്കരയാണ്. And I married a girl from the Church of God. Maybe some of you may know, he was a very senior pastor by name A.T. Thomas. എന്റെ ഭാര്യ ചർച്ച് ബോർഡിലെ ഒരു സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ A.T. തോമസിന്റെ മകളാണ്. And they settled after many places in Elegant Peru. When I married my wife, of course, we have no place in India. We all migrated to the U.S. about 35 years ago and I live in Dallas, Texas. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യ അവരുടെ വീട് എരുവേലൂരാണ്. അതുകൊണ്ട് കേരളത്തിലൊരു നാട് എന്ന് പറയാൻ പറ്റുന്ന എരുവേലൂരാണ്. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷങ്ങളായി അമേരിക്കയിലാണ്, അമേരിക്കയിലെ ഡാളസിലും ടെക്സാസിലുമാണ്. I made a note to make sure I tell my place, otherwise Pastor Biju will remind me that I have not mentioned where I come from. ഞാൻ ആ സ്ഥലത്തെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, കാരണം അത് പറയുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. And Pastor Biju will remind me that I have not mentioned about my hometown. Thank you, Pastor, for doing that. I know you intend to make sure everybody knows each other and get to know each other. നിങ്ങൾക്ക് പരസ്പരം അറിയാമല്ലോ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. God has blessed me with 2 children. Both of them are adults. My son and my daughter are both lawyers by profession, and they live in the U.S. with me. And I am a proud grandfather of a little baby girl. എനിക്ക് ദൈവം ഞങ്ങൾക്ക് 2 മക്കളെയാണ് തന്നിരിക്കുന്നത്, ഒരു മകൻ ഒരു മകളെ. 2 പേരും അമേരിക്കയിൽ
ലോയേഴ്സ് ആണ്. മാത്രമല്ല ഞാനിപ്പോൾ ഒരു പിതാമകനാണ്. എനിക്കൊരു കൊച്ചുമകൻ കൂടിയുണ്ട്. And many times nobody wants to say how old you are, but we love to say we're grandparents. മറ്റാരെയും നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് വല്യപ്പച്ചനോട് വലിയ സ്നേഹമാണ്. Especially when she calls me Acha, Acha. It just breaks my heart. പ്രത്യേകിച്ച് ആ കുഞ്ഞ് അപ്പച്ച അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ ആ നല്ല കുഞ്ഞിന്റെ സ്വരം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കാം. So today we're going to talk a little bit about the challenges and the possible solutions in church ministry. സഭാശുശ്രൂഷയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും അതിനെ ഉള്ള സാധ്യമായ പരിഹാരങ്ങളുമാണ് കുറച്ച് സമയത്തിനുള്ളിൽ പങ്കുവെക്കുന്നത്. My number one challenge is trying to contain this topic in 20 minutes. എന്റെ ഒന്നാമത്തെ വെല്ലുവിളി ഇത്രയും വലിയ കാര്യം 20 മിനിറ്റിനുള്ളിൽ ഒതുക്കി പറയുകയാണ്. And the second challenge is we're running behind on time. രണ്ടാമത്തെ വെല്ലുവിളി ഇത് സമയത്ത് നിർത്തുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ നടക്കണമെന്ന്. So I know this being the very first symposium, like Pastor Viju said, in the future I think we will have a whole day program where people come and eat and have fellowship and really enjoy the company of one another and learn as well. ബിജു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഭാവിയിലും ഇങ്ങനെയുള്ള നല്ല ശുശ്രൂഷകൾ നടക്കട്ടെ. ഒരു ദിവസത്തെ മുഴുവൻ പ്രോഗ്രാം ഒന്നിച്ച് കടന്നു വന്ന് കൂട്ടായ്മ ആചരിച്ച് ഭക്ഷിച്ച് സന്തോഷിച്ച് ഒന്നിച്ച് കൂടുതൽ സമയം ചിന്തിക്കുവാൻ ഈ അവസരം ഒരുക്കട്ടെ. It's a good and a practical topic which has been well researched and studied. ഇത് നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യമുള്ള സബ്ജക്റ്റാണ്. വളരെ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. And there are many suggestions and ideas that come out of research. ഈ മേഖലയിൽ ഈ വിഷയത്തിൽ നടന്ന ഗവേഷണങ്ങളിൽ അനേക കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. But you cannot use a cookie cutter approach. That means you cannot use the same method of handling situations and challenges across the world because we are in a very dynamic world. എന്നാൽ ലോകത്തിലെ പല പശ്ചാത്തലങ്ങളും വ്യത്യസ്തമാണ്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ചില പരിഹാര മാർഗങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിൽ പറ്റത്തില്ല. ആ ചില പരിഹാര മാർഗങ്ങൾ ചിലപ്പോൾ ഗൾഫിൽ പറ്റത്തില്ല. The situation in the Middle East is so very different. ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ ഗൾഫിലെ പശ്ചാത്തലം മറ്റൊരു തരത്തിലാണല്ലോ. But I am not going to today dwell on any specific region of the world, but give you in general, just remind you of some of the things you already know. അതുകൊണ്ട് പ്രത്യേക രാജ്യത്തെ പ്രത്യേക സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പരിഹാരങ്ങളല്ല ഞാൻ പ്രധാനമായും പറയുന്നത്. പൊതുവായ ചില പരിഹാര മാർഗങ്ങളാണ്. Barna is a very prominent research group based in the US. Dr. Barna has started that organization, and so Barna reports are major reports used around the world. They study about Christianity, faith, and culture and society. ഡോക്ടർ ബർണാഡ് എന്ന അർത്ഥത്തിലുള്ള ഒരു സംഘം ആളുകളെ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് അതോടൊപ്പം തന്നെ സംസ്കാരങ്ങളെ കുറിച്ച് ക്രിസ്തീയ ലോകത്ത് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. According to the Barna report of February 2, 2024, there are some statistics I want to share with you. 2024 അവര് പുറത്തുവിട്ട ചില പ്രബന്ധങ്ങൾ അനുസരിച്ചുള്ള ചില വസ്തുതകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. This research shows that 1,500 pastors per month leave the ministry. അദ്ദേഹത്തിന്റെ ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് 1500 പാസ്റ്റേഴ്സ് ഓരോ മാസവും ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് മാറുകയാണ്. But then of course we also know that many people are coming into ministry too. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് അനേക ആളുകൾ ശുശ്രൂഷയിലേക്ക് വരികയും ചെയ്യുന്നു. But the main reason is burnout. They get burnout. They get so tired and they're just not there. They have no interest anymore. എന്തുകൊണ്ടാണ് ഇത്രയധികം ശുശ്രൂഷകന്മാർ ഓരോ മാസവും ശുശ്രൂഷ വിട്ട് പുറകോട്ട് മാറുന്നത്? കാരണം അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന, അവരുടെ മനസ്സിൽ അവർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളും വെല്ലുവിളികളും നിമിത്തമാണ്. Then they have conflicts of different kinds. മാത്രമല്ല ഈ ഒരു സംഘർഷ നിമിത്തം അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത മേഖലയിലും പ്രതിസന്ധികൾ ഉടലെടുക്കുവാനിടയാണ്. Moral failure is another major reason. മറ്റൊരു കാരണം അധാർമികമായ പരാജയത്തിലേക്കും അവർ പോകുന്നു. 45% of pastors in that study said that they have struggled with depression and many of them even thought about suicides. 45% പാസ്റ്റേഴ്സ് ആ റിപ്പോർട്ട് അനുസരിച്ച് മാനസികമായിരിക്കുന്ന നിരാശയിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ചിലരെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന പ്രവണതകളുണ്ട്. 57% according to the reports
saying that they would have left the ministry if there was another opportunity to go somewhere. ഇനിയും ചിലര് പുറത്തു പോകുന്നില്ലെങ്കിൽ പോലും 57% പാസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ നല്ലൊരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ പുറത്തു പോകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. 75% report severe stress. 75% ആളുകള് അവരുടെ ജീവിതത്തിലെ മനസ്സിലെ വളരെ ക്ലേശവും സംഘർഷവും അനുഭവിക്കുന്നു. The intent of sharing this is not to alarm you, but to bring to reality an understanding of what's happening in the world today in pastoral ministry. ഈ കണക്കുകൾ ഞാനൊന്ന് പറഞ്ഞത് നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല, പക്ഷേ നമ്മൾ മുന്നറിയിപ്പ് സ്വീകരിക്കണം, വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. And I'm very grateful that Pastor Abraham George has summarized the 5 areas where we could really look at this topic from 5 different areas. എബ്രഹാം ജോർജ് പാസ്റ്റർ ഇതിന്റെ ആരംഭത്തിലെ ചലഞ്ചുകളെ 5ആയി കുറിച്ച് ചുരുക്കി പറഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And it would have been it's good to be able to understand the challenges by breaking them down into these 5 areas, but because of various limitations I'm going to go into very general areas. ഈ 5 തലങ്ങളിൽ കൂടെ പോയി ഓരോന്നും പഠിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ സമയപരിമിതി നിമിത്തം പൊതുവായ നിർദ്ദേശങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങളാണ് ഞാൻ പറയുന്നത്. So pastors have no job description truly in the Bible. വേദപുസ്തകത്തിലെ പാസ്റ്റേഴ്സിന് അവർക്കൊരു പദവി, ജോലിയുടെ പദവി നാം കാണുന്നില്ല. So, for example, if you go to any job, they give you a job description and say, this is what is expected of you, and this is what you must do. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ നമ്മളെ ഒരു ജോലിക്ക് അപ്പോയിന്റ് ചെയ്താല് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ ഉടനെ പറയും ഇന്ന ഇന്ന ജോലികളാണ് നീ ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കും. So we have a job description, so you know what you're supposed to do. അപ്പൊ നമുക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് ഐഡിയ കിട്ടും, ആശയം കിട്ടും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആശയം കിട്ടും. ആ വ്യക്തി അത് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. And the boss can evaluate your performance based on your job description. ബോസ് ഇദ്ദേഹത്തിന്റെ ജോലിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് കൊടുത്ത ജോലി എങ്ങനെ ഇദ്ദേഹം പൂർത്തീകരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. Pastors have no job descriptions. എന്നാൽ പാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് ഇന്നത് ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം ഒന്നും വരാറില്ല. But the congregations have clear expectations. പക്ഷെ അതേ സമയത്ത് വിശ്വാസികൾക്ക് കുറച്ച് ആവശ്യകതകളുണ്ട്, അവർക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ട് പാസ്റ്ററിൽ നിന്ന്. They are very clear about what a pastor should do. അവർക്ക് വളരെ നിർബന്ധമുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ ഇന്നതൊക്കെ ചെയ്തിരിക്കണമെന്ന്. One pastor once was not able to visit a sick person in the hospital. ഒരു പാസ്റ്റർ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ആശുപത്രിയിൽ കിടക്കുന്ന ഒരു വിശ്വാസിയെ സന്ദർശിച്ചെങ്കിൽ, so the pastor, when they came to know about it, told the believer, I'm sorry, nobody told me and I did not know that you were sick and in the hospital. പാസ്റ്റർ പറയുകയാണ്, ആരും എന്നോട് പറഞ്ഞില്ല അങ്ങ് ഹോസ്പിറ്റലിലാണ് എന്ന്, ആരും എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ. So that believer said, you should have known it. അപ്പോൾ വിശ്വാസിയുടെ മറുപടി, നിങ്ങളിത് അറിയേണ്ടതാണ്, അറിഞ്ഞില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. And this is true even in our own communities. ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിലൊക്കെ സത്യമാണ്. So there are expectations, and the expectations that believers and congregations have about pastors keeps changing with the changing of time. നമ്മൾ വിശ്വാസികൾ, അവരുടെ കുടുംബങ്ങൾ, വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന അവരുടെ കുറെ പ്രതീക്ഷകളുണ്ട്, അവരുടെ കുറെ നിർബന്ധങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. And I've heard this before about a challenge that pastors have. This is a Church context. They say, this I have to say in Malayalam, pastor, because in English you say it doesn't come out the same way. So this is how they say, pastors പറയുന്ന കേട്ടിട്ടുണ്ട്, ചർച്ചകളോട് പ്രത്യേകിച്ച്, വിശ്വാസിയുടെ കുത്തും മുളക്കിഴങ്ങ് കത്തും. ചർച്ചക്കോടെന്ന് പറയുന്ന ഒരു ഞാനുൾപ്പെടുന്ന പ്രസ്ഥാനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പാസ്റ്റേഴ്സ് പറയുന്ന 2 വാക്കുകളാണ് വിശ്വാസികളുടെ കുത്ത്, മുളക്കിഴയിലെ കത്ത്. ഇത് രണ്ടും ഭയപ്പെടുന്നത്. And they are stuck in the middle. രണ്ടിന്റെ ഇടയ്ക്ക് പാസ്റ്റേഴ്സ് ഞെരുക്കുകയാണ്. കുത്തും കത്തും കൂടെ വരുമ്പോഴത്തേക്ക് ഇവരെ ഞെരുക്കുകയാണ്. ഇനി ഒരു വശത്തുനിന്ന് വരുന്ന കുത്ത്, ഓഫീസിൽ വരുന്ന കത്ത്, ഇത് രണ്ടും കൂടെ പാസ്റ്റേഴ്സിനെ ഞെരുക്കും. My brother said that in one of these Sunday services he attended in an Assembly of God church in Bangalore, he heard a believer praying, this is my younger brother. Another prayer. ബാംഗ്ലൂരിലെ ഒരു സഭയില് ഒരു സഭയിൽ നടന്ന കാര്യം, തന്റെ പാസ്റ്റർക്ക് വേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നു. This is what they said in the സഭായോഗം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ കുത്തി പ്രസംഗിച്ചാൽ വ്യക്തി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ.
വയസ്സായല്ലോ. ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ കുത്തി പ്രസംഗിച്ചാൽ അദ്ദേഹത്തെ വെട്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമെന്നാണ് ഒരാൾ പ്രാർത്ഥിച്ചത്. Everybody here is a Pentecostal person, so we can say these jokes comfortably without any Martha or brother in church. I hope there's nobody and this is not going live, so it's okay. Pastors are stuck in the middle and this is the reality. നാം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാണെങ്കിൽ പാശ്ചാത്യ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇങ്ങനെ വിശ്വാസികളിൽ നിന്നുള്ള സമ്മർദ്ദം, നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദം. But God expects us as people who have been called by God. Number one, remember who called us into ministry. ഒന്നാമത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ആരാണ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ള ഉറപ്പും It is വെച്ചു. not Church of God, it is not IPC, it is not Sharon, it is not Assembly of God. It is God Almighty who called all of us into ministry. ഇന്ന് പകലി ദൈവദാസന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വിളിച്ചത് IPCയോ ചർച്ച് ഓഫ് ഗോഡോ ഷാരോനോ ഏജിയോ അല്ല, നമ്മളെ വിളിച്ച സർവശക്തിയുള്ള നമ്മുടെ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നടത്താൻ ശക്തനത്രേ. He is not one. We sing that song in Malayalam. അവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല, അവനെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. That song reminds us that He who called us is faithful and He will always be with us. ആ പാട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ നമ്മളെ വഴിയിലെ ഇട്ട് കളയുന്നില്ല, അവൻ കരം പിടിച്ച് വിശ്വസ്തയോടെ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കൃപ നൽകുന്ന ദൈവമത്രേ. And to be a pastor is not always bad, but there are also good things and good sides. ഒരു വശത്ത് ഇങ്ങനെ തിന്മയുടെ ചില പ്രതിസന്ധികൾ ഉള്ളപ്പോൾ തന്നെ മറുവശത്ത് നന്മയുടെ കാര്യങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. Imagine the great responsibility that God has placed on the shoulders of us pastors and elders. പ്രത്യേകിച്ച് ദൈവദാസന്മാരും സഭാശുശ്രൂഷകന്മാരും മുപ്പന്മാരും ഓർക്കുക, ഇത്ര മഹത്തായ ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതോർത്ത് എത്ര ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ വേല ചെയ്യുവാനുള്ള God has entrusted us with the word of God. ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം ദൈവം നമ്മുടെ മക്കൾ ഫലമേൽപ്പിച്ചതോർത്ത് കരങ്ങൾ ഉയർത്തി This was not given to angels. ഇത് പ്രസംഗിക്കാൻ, ഇത് അറിയിക്കാൻ ദൂതന്മാരെ അല്ല ഏൽപ്പിച്ചത്, ബലഹീനരായിരിക്കുന്ന നമ്മയാണ്. What a privilege it is to serve the Lord. ഇത് എത്ര ശ്രേഷ്ഠമുള്ള പദവിയാണ്, ആ പദവി ഓർത്ത് എത്ര നമ്മൾ ദൈവത്തെ വാഴ്ത്തും. So we have to take this very seriously. അതുകൊണ്ട് ഈ പദവി ഉത്തരവാദിത്വം നമ്മൾ വളരെ ഗൗരവമായി എടുക്കണം. The book of Jeremiah 48:10 we read, "Cursed is he who does the work of the Lord negligently." യെരമ്യാ 48:10 നമ്മൾ വായിക്കുന്ന ഒരു വചനം എങ്ങനെയാണ്? ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ പ്രവൃത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. Therefore we have been given a responsibility, more accountability than the ordinary believer. So we have to take that very seriously. അതുകൊണ്ട് ദൈവദാസന്മാരും ശുശ്രൂഷയിൽ സഹകരിക്കുന്നവരും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിശ്വാസികൾക്ക് കൊടുക്കേണ്ട പോലെ ഒരു കണക്കല്ല ദൈവത്തിന് മുമ്പാകെ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെ കൂടുതൽ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. And therefore, forgetting the glamour and the honor and the big seats in the front and all that, we have to humble ourselves that God will use us for His glory. അതുകൊണ്ട് കർത്തദാസന്മാരെ, ദൈവദാസന്മാർ ഓർക്കേണ്ടത് പദവിയോ മുൻപിലുള്ള സ്ഥാനമല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ മഹാദൈവത്തിന്റെ ശ്രേഷ്ഠമുള്ള പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചതോർത്ത് നമ്മുടെ ഗൗരവത്തോട് താഴ്മയോടെ ദൈവത്തിന്റെ വേല ചെയ്യണം. In the book of Acts chapter 13 verse 36 we read that David served God in his generation. But what I like more about it is according to the will of God. അപ്പോസ്തലപ്രവൃത്തി 13:36 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വചനം എങ്ങനെയാണ്? ദാവീദ് തന്റെ തലമുറയിൽ, അടുത്ത പദം ശ്രദ്ധിച്ചോണം, ദൈവഹിതപ്രകാരം ശുശ്രൂഷ നിർവഹിച്ചു. I believe where he leads, he provides. Hallelujah. ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ എവിടേക്ക് നയിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ കരുതൽ നിങ്ങളെ അനുഭവിച്ചിരിക്കും. If you are not being provided, re-examine your calling. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പുനഃപരിശോധന ചെയ്യണം. ദൈവമാണോ എന്നെ ഇവിടേക്ക് നയിച്ചത്? Am I still in the will of God?
ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതത്തിലാണോ എന്ന് ശോധന ചെയ്യണം. With the passing of time, because we live in a world, it's easy to slowly drift away from the will of God. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവഹിതത്തിൽ നിന്ന് പെട്ടെന്നല്ല പലപ്പോഴും മാറുന്നത്, നമ്മൾ പോലും അറിയാതെ പതുക്കെയാണ് പലപ്പോഴും ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. Therefore, even as pastors, we have a responsibility to keep re-examining if we are still in the will of God. പാസ്റ്റേഴ്സ് ഞാൻ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകരുത്. നമ്മൾ നിരന്തരമായി വീണ്ടും പരിശോധിക്കണം, ഞാൻ ഇപ്പോഴും ദൈവഹിതത്തിലാണോ, ഞാൻ ചെയ്യുന്ന കാര്യം ദൈവഹിതമാണോ, ഞാൻ ആയിരിക്കുന്ന തലം ദൈവഹിതമാണോ. Airplanes have a path in which they fly. ഫ്ലൈറ്റുകൾ പറക്കുമ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ അല്ല പറക്കുന്നത്, അതിന് നിശ്ചയിച്ചിരിക്കുന്ന ആ പാത്തിൽ കൂടിയാണ് അത് മുൻപോട്ട് പോകുന്നത്. But sometimes they drift off and they have to do what is called a mid-course correction to come back to the path. ചില സമയത്ത് അവയ്ക്ക് പോലും വഴിമാറി പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശരിയായ പാതയിലേക്ക് തിരിച്ചു വരുന്നതിന് മിഡ് കോഴ്സ് കറക്ഷൻ എന്നാ പറയുന്നത്. പെട്ടെന്ന് അവർ ആ പാതയിലേക്ക് തിരിച്ചു വരും. Therefore, when we have problems, it's always good to first start with a self-assessment. Lord, am I still in your perfect will or not? എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും പ്രതിസന്ധികൾ മാറുന്നില്ലെങ്കിൽ കർത്തദാസന്മാർ, ദൈവമക്കളെ, ശുശ്രൂഷയിൽ സഹകരിക്കുന്നവർ ഒരു കാര്യം പുനഃപരിശോധിക്കണം. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ പരിപൂർണ്ണ ഹിതത്തിലാണോ, ദൈവഹിതപ്രകാരമാണോ ഞാൻ ദൈവവേല ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. As ministers and pastors, like Pastor had said before, in the area of individualistic or looking at your own self, we get caught up many times. We're so busy as pastors, concerned about the spiritual growth of our believers, that we ourselves become weak spiritually. പലപ്പോഴും ഈ പാസ്റ്റേഴ്സിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, അവരെവിടെ ശുശ്രൂഷിക്കുന്നു ആ വിശ്വാസികളെല്ലാം വളർച്ച പ്രാപിക്കണം, ആത്മീയ വളർച്ച പ്രാപിക്കണം. പക്ഷെ സ്വന്തം ജീവിതത്തിലെ ആത്മീയ വളർച്ച പല പാസ്റ്റേഴ്സും മുൻഗണന കൊടുക്കുന്നില്ല. സ്വന്തം ജീവിതത്തിലെ ആത്മീയമായിരിക്കുന്ന മുന്നേറ്റം ശ്രമിക്കുന്നില്ല. We become so busy that we find there is no time to pray or even spend time in the Word. പലപ്പോഴും മറ്റ് തിരക്കുകൾ നിമിത്തം, വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാനുള്ള തിരക്ക് നിമിത്തം നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും വചനധ്യാനവും ഒക്കെ പലപ്പോഴും മുടങ്ങിപ്പോകാറില്ലേ. So I have been traveling, having programs back to back, and all I can do is, even in the car, in a short 10-minute drive, I doze off. I sleep. I'm so busy in this trip in Bahrain that even in a small time when they try to drop me off, I fall asleep. ബഹ്റിനിലെ വളരെ തിരക്കുള്ള ശുശ്രൂഷയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറിലേക്ക് കയറിയ 10 മിനിറ്റ് യാത്രയുള്ളെങ്കിലും പെട്ടെന്ന് ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിപ്പോകും. So do you think I really go back and stand on my knees and read the Word of God? Let me be honest and confess. No. My spirit is willing, but my flesh is weak. എന്റെ ആത്മാവിൽ എനിക്ക് ആഗ്രഹമുണ്ട്, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ വചനം ധ്യാനിക്കണം. ആത്മാവ് ഒരുക്കമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്, ശരീരം പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. So we have to spend time maintaining our own individual spirituality. അതുകൊണ്ട് ദൈവദാസന്മാരെ കർത്താവിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ തന്നെ ആത്മീയത താണുപോകാതെ അത് പുരോഗമിക്കുവാൻ, വർദ്ധിക്കുവാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. If I am weak in my spirituality, how can I help a weak believer? ഞാൻ ആത്മീയത്തിൽ ശക്തനല്ലെങ്കിൽ എന്റെ വിശ്വാസി എനിക്ക് എങ്ങനെ ആത്മീയമായി ശക്തീകരിക്കാൻ കഴിയും? My wife cannot stay in place of my own spirituality. My spirituality is my relationship with my God. എന്റെ ഭാര്യയ്ക്ക് എന്റെ ആത്മീയത വർദ്ധിപ്പിച്ചു തരാൻ പറ്റത്തില്ല. എന്റെ ആത്മീയത ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഞാനത് കർത്താവിനെ ആശ്രയിച്ച് വർദ്ധിപ്പിക്കാം. The second aspect is balancing your family and ministry. This is a major area of challenge. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവും ശുശ്രൂഷയും ഇതിനെ സമതുലിതമായി കണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. This is the priority and the order in which each one of us, whether you're a pastor or an elder, should prioritize in your life. നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി മുടക്കം കൂടാതെ നിവർത്തിക്കണം. കുടുംബത്തോട് ബന്ധത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നന്നായി നിവർത്തിക്കണം. So the first requirement is, in your life, the number one priority is God and your relationship with God. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത്തെ മുൻഗണന ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. The second comes is it church or family? It's a quiz time. രണ്ടാമത്തത് ഞാനൊരു ചോദ്യമായി ചോദിക്കുക. ഒന്നാമത്തത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം. രണ്ട്, കുടുംബത്തിനാണോ മുൻഗണന, അതോ ദൈവം തന്നിരിക്കുന്ന ചർച്ചിനാണോ മുൻഗണന? Or your ministry? ശുശ്രൂഷയ്ക്കാണ്.
I guess most of you are not. Yes, God is first. But your second priority should be your family, or should it be your church and ministry? ആദ്യത്തെ മുൻഗണന ദൈവത്തോടുള്ള ബന്ധത്തിനോ Family, family, family first. ഫാമിലി ഫാമിലിയാണോ അതോ ദൈവത്തിന്റെ ശുശ്രൂഷയാണോ? A lot of listeners say it's your family. ചിലരെ ഇവിടെ പറഞ്ഞത് കുടുംബമാണ്. Church comes third. സഭ മൂന്നാമതേതരാവും. Because without a family, you have no church, no ministry. Yes. കാരണം കുടുംബമില്ലെങ്കിൽ സഭ നമുക്ക് നയിക്കാൻ പറ്റത്തില്ല, ശുശ്രൂഷ ഫലകരമായി നിവർത്തിക്കാൻ പറ്റത്തില്ല. And our believers know the scripture. They will remind you to say, how can a man lead the church if he cannot lead his own family? Our believers know that by heart. They will remind us. നമ്മുടെ കുടുംബജീവിതം പരാജയപ്പെട്ടാൽ വിശ്വാസികൾക്ക് വചനം അറിയാം. അവർ ചോദിക്കുന്ന ബൈബിളിന്റെ ഒരു ചോദ്യമുണ്ട്, സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? It's very important to understand that God has called you into ministry, but you cannot neglect your wife or your children. ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയെ മാറ്റിവെക്കണമെന്നോ അവഗണിക്കണമെന്നല്ല, പക്ഷേ കുടുംബത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. I met some of our young pastors in Kuwait who were visiting people at 11:30. Sir, I need to an appointment with people. I said, come on, people. Your wife is at home, your children is at home. 11:30, why are you visiting somebody else? Well, you could be spending time at home with your wife and your family, and that man needs to be spending time with his family or wherever. I can understand an occasional emergency situation, but this has become a habit. So if you're doing that, stop doing it and try to manage your time. കുവൈറ്റിലെ നമ്മുടെ ചില പാസ്റ്റർമാര് രാത്രി 11:30 ആകുമ്പോൾ വീടുകൾ വിസിറ്റ് ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ പാസ്റ്റർക്ക് തന്റെ കുടുംബത്തോട് ഒപ്പം ഇരിക്കേണ്ട സമയം ഏത് വീട്ടിലേക്ക് ചെല്ലുന്നുവോ ആ വീട്ടിലെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വീട്ടുകാർക്ക് അവരുടെ കുടുംബജീവിതം ഭംഗിയായി നയിക്കേണ്ട സമയം, ഇത് രണ്ടും അവഗണിച്ചുകൊണ്ട് ഈ ഒരു വല്ലാത്ത സമയത്താണോ വിസിറ്റ് ചെയ്യേണ്ടത്? Pastors, we have to answer to God for our families. പ്രിയമുള്ളവരെ, പാസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, ദൈവം നമ്മളെ ഏൽപ്പിച്ച സഭയ്ക്ക് മാത്രമല്ല കണക്ക് കൊടുക്കേണ്ടത്, അതിനേക്കാളുപരി ദൈവം നമുക്ക് തന്ന കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിലനിൽക്കണം. കുടുംബത്തിന്റെ കണക്ക് ദൈവം ചോദിക്കും. I just conducted a wedding in Bangalore 4 days ago, so the verses are so fresh in my mind. We are the priests at home. ഞാൻ 4 ദിവസത്തെ ഒരു കോൺഫറൻസ് ബാംഗ്ലൂരിൽ ഈയിടെയാണ് അതിൽ പങ്കെടുത്തത്. A wedding 4 days ago. ഒരു വിവാഹ ശുശ്രൂഷ. അതുകൊണ്ട് ആ വാക്യം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ദൈവം നമ്മുടെ സഭയുടെ പുരോഹിതരായിട്ട് മാത്രമല്ല നിയമിച്ചിരിക്കുന്നത്, നാം കുടുംബത്തിന്റെ പുരോഹിതർ കൂടിയാണ്. Men, remember that we are the priest in our home. നാം മറക്കരുത്, നാം സഭയുടെ പുരോഹിതർ മാത്രമല്ല, കുടുംബത്തിന്റെ പുരോഹിതർ കൂടിയാണ്. And God has given this wife and children to us, not to the church. ദൈവം നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ തന്നിരിക്കുന്നത് നമുക്കാണ്, നമ്മുടെ സഭയ്ക്കല്ല തന്നിരിക്കുന്നത്. So we have to start being a priest at home before we become a priest in the church. അതുകൊണ്ട് നാം സഭയെ ശുശ്രൂഷിക്കുന്നതിന് മുൻപ് കുടുംബത്തിൽ ശുശ്രൂഷിക്കണം, കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. Try to balance your family and ministry. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലെ ആ ക്രമം തെറ്റിപ്പോകാതെ രണ്ടും ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തോടെ നാം രണ്ട് മേഖലയിലും ശുശ്രൂഷ തന്നെയാണ്. With my business management background, let me tell you, one of the major conferences and issues that people deal with in the corporate world is same thing, balancing work and family. ഈ സഭാ ശുശ്രൂഷയിൽ മാത്രമല്ല, ഞാൻ ബിസിനസ് ഫീൽഡിലായതുകൊണ്ട് എനിക്കറിയാം, ഈ ബിസിനസ് മേഖലയിലായിരിക്കുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാ. അവർ ബിസിനസിന് പ്രാധാന്യം കൊടുക്കണമോ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണമോ, പലപ്പോഴും അതിൽ വരുന്ന അപാകതകൾ അവരുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. And also, like Pastor said before about PKs, pastors' kids, oh my goodness, their expectations are completely different. മറ്റൊന്ന്, ഇവിടെ PK ഒരു വാക്ക് പാസ്റ്റർ ഓർപ്പിച്ചിട്ട് പാസ്റ്റേഴ്സിന്റെ ദൈവദാസന്മാരുടെ തലമുറകൾ, There are higher expectations that people have about them. വിശ്വാസികൾക്ക് അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷയുണ്ട്. My wife reminded me and said there are 5 children, and the people, my father-in-law was a pastor for a long time, and some believers came and told him, Pastor Mara college. എന്റെ അമ്മായിപ്പൻ പാസ്റ്ററാണ്, ഭാര്യയുടെ പിതാവ്, അവർ 5 മക്കളാ. അപ്പം അന്ന് പഴയ കാലത്ത് ചോദിച്ച ഒരു ചോദ്യം വിശ്വാസികൾ, പാസ്റ്റർമാരുടെ മക്കൾ കോളേജിൽ പോകണോ? ഞങ്ങളുടെ പിള്ളേർക്ക് പോകാനോ പറഞ്ഞപ്പോ പാസ്റ്റർ പിള്ളേരെല്ലാം കോളേജിൽ പോവുക.
ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരെല്ലാം വിട്ട് കർത്താവിന്റെ വേല എഴുതി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയ ദൈവം അവരെ മാറ്റി. നിങ്ങൾക്ക് തന്നെ എത്ര സോക്കേണ്ടെന്നാ ചോദിക്കേണ്ടത്. വിശ്വാസികളുടെ മക്കളെ അന്ന് കോളേജിൽ വിടാൻ നിർവാഹമില്ലാതെ കഴിയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവദാസന്മാരുടെ മക്കൾ കോളേജിൽ പോകുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ന്യായമായി ചോദിക്കാം, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ദൈവം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയവനെ ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്. ലജ്ജിപ്പിക്കുകയില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിയവരെ ദൈവം മാനിക്കും. Many times we do not know how to raise our children. Many times we don't know how to raise them up. നമുക്ക് പലപ്പോഴും നമ്മുടെ പാസ്റ്റേഴ്സിനെ ശുശ്രൂഷയിൽ നമുക്ക് അവരുടെ മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാര്യത്തില് വേണ്ടതായ നിശ്ചയം ഐഡിയ ആശയങ്ങളില്ല. But when they are sleeping, go and lay your hands on them. Let your tears fall on them and say, Lord, you gave me this child. I do not know how to raise it, but you know it because you gave me this child. Help me, Lord. അങ്ങനെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ മാതാപിതാക്കളെ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപദേശിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പോയി നിങ്ങൾ അവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കണ്ണുനീര് അവരുടെ ശരീരത്തിൽ അവരുടെ തലയിലെ വീഴുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അവരെ ദൈവം തന്നെ കൃപയിൽ വളർത്തിയെടുക്കും. He will give us the wisdom to raise them in the fear of God. അവരെ കർത്താവിന്റെ കൃപയിൽ ദൈവഭയത്തിൽ വളർത്തിയെടുക്കുവാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് നൽകി തരും. Sometimes another problem that we face in our church, I see this more in the US, is ignoring the younger generation. മറ്റൊന്ന് എന്ന് പറയുന്നത് യുഎസിലൊക്കെ അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു തലമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തലമുറകളെ നമ്മൾ അവഗണിക്കുന്നു, വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുന്നു. In my own local church, 75 people left the church because the pastor did not care about the young people. 75% ചെറുപ്പക്കാരെ തലമുറകളെ ഒക്കെ സഭയിൽ വരാതിരിക്കുന്നതിന് കാരണം പാസ്റ്റർ അവരെ പരിഗണിക്കുന്നില്ല, അവരെ കെയർ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട സന്ദേശം It കൊടുക്കുന്നു. was not a church split, but they got scattered to many churches. They had different people ran away. ചർച്ച് രണ്ടായി പിരിഞ്ഞു പോവുകയല്ല, ഈ തലമുറകൾ അവർ പുറത്തേക്ക് ഇറങ്ങി ചിതറിപ്പോവുകയാണ്. പലരും പല ചർച്ചകളിലേക്കൊക്കെയാണ് പോകുന്നത്. Both my children, yes, I am holding a leadership position in the Church of God, and I lost both my children to Assembly of God. No, I didn't lose them. I'm just joking. If there's any Assembly of God people here, don't get mad at me because I just said that as a joke. And I praise God that they are still in the faith, but blessing to another denomination. ഞാൻ ചർച്ചയ്ക്കുള്ള ഒരു ഉന്നത ശുശ്രൂഷ പദവിയിലാണെങ്കിൽ എന്റെ രണ്ട് മക്കളെ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് കൂടുന്നത്. പക്ഷെ അവർ വിശ്വാസത്തിലാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I grew up in the IPC. God called me to ministry in the Church of God. My children in the Assemblies of God. So I'm a global Pentecostal person. ഞാൻ ചർച്ചക്കോളിലെ ശുശ്രൂഷകനാണ്, എന്റെ മക്കൾ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന് മാത്രം വകയല്ല, കർത്താവിന്റെ മക്കളായ പെന്തക്കോസ്തിന്റെ മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. ഒത്തിരി ഐപിസിക്കാരൻ ആദ്യം പറഞ്ഞ ഐപിസിക്കാരൻ മറന്നു പോയി. ഞാൻ ഐപിസിയിലാണ് ജനിച്ചു വളർന്നത്. IPC ജനിച്ചു, ചർച്ചക്കോളിൽ ശുശ്രൂഷിക്കുന്ന മക്കളെ There we go. That's right. ഇപ്പൊ അത് പൂർണ്ണമായി. I am so thankful to God for all our churches and all the pastors. നമ്മുടെ എല്ലാ സഭാ സംഘടനകളെ ഓർത്ത്, എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. Pastors, don't be people pleasers, be God pleasers. മറ്റൊരു കാര്യം ദൈവഭൃത്യന്മാർ ഓർക്കേണ്ടത്, ആളുകളെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല നിങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടത്, വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. My old father-in-law who passed away, he used to say, തുമ്മിയാൽ പറഞ്ഞു കൊണ്ട് മൂക്കാണെങ്കിൽ പോകട്ടെ. മലയാളത്തിലെ സാധാരണ ചൊല്ലിന്റെ അമ്മായിപ്പൻ പറയാറുണ്ടായിരുന്ന ദൈവദാസനായിരുന്നു. അദ്ദേഹം പറയും, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ, ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിട്ടുപോകുന്ന വിശ്വാസിയാണെങ്കിൽ പോകട്ടെ എന്ന്. But pastoral care requires leaving the 99 and going after that one sheep which is lost. 99 നീതിമാന്മാരെ അവിടെ നിർത്തിയിട്ട് അവരെ ഉപേക്ഷിക്കണമെന്നല്ല, ആ നഷ്ടപ്പെട്ടതിന്റെ പുറകിന് പോകുന്നതാണ് ഒരു ഇടയ മനസ്സെന്ന് പറയുന്നത്. We are expected to do that. നാം ദൈവം നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. But when you go after some of those one lost sheep, they don't want to come back to you. They want to kick you. They want to fight you. They want to just ruin your life. At that point, I guess God will be okay if you leave them and go back to the 99. അങ്ങനെ ഒരാളെ തേടി പോകുമ്പോൾ, നിങ്ങൾ തേടി പോകുന്ന ആട് നിങ്ങളെ തൊഴിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കെതിരെ ഇടിക്കാൻ വരികയാണെങ്കിൽ, നിങ്ങളെ കുത്തി ഓടിക്കുകയാണെങ്കിൽ, ആടിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിങ്ങൾ വിട്ടിട്ട് പോകുന്ന 99 നോക്കാൻ മടങ്ങി വരുന്നതാണ്. Some pastors try to make everybody happy, and you know what they end up doing? Making everybody angry.
ചില ദൈവദാസന്മാർ എല്ലാ വിശ്വാസികളും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ വരുന്ന ഫലം എന്താണെന്നറിയാവോ? എല്ലാവരും കോപിഷ്ഠരാകും. You just do what God has asked you to do. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ചത്, ദൈവം പറഞ്ഞത് ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. മനുഷ്യന്റെ മുമ്പാകെ, ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ കർത്താവിന്റെ വേല ചെയ്യുക. You, God will be with you on your side. ദൈവം വിളിച്ച വിളിക്കനുസരിച്ചായി ദൈവം മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവവേല ചെയ്താൽ നിങ്ങളോടുകൂടെ വിളിച്ച ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. ഉയരത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോൾ, in front of those people, God is our lifter. അഭിവൃദ്ധി തരത്തില്ല, ഉയരത്തില്ല എന്നൊക്കെ ശത്രുഗണം വാദിക്കും. പക്ഷെ അവരുടെ നടുവിൽ അഭിവൃദ്ധി തരാൻ, ഉയർത്താൻ, ഫലം തരാൻ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. One of the contemporary issues that pastors feel are mental health issues in the church. മറ്റൊന്ന് മാനസികമായിരിക്കുന്ന ആരോഗ്യം സഭയിൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. Many believers are dealing with mental health problems and sickness. പല വിശ്വാസികളെ മാനസികാരോഗ്യം അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ആ കാര്യം കൈകാര്യം ചെയ്യുന്നവരുമാണ്. And many of our pastors, I would say most of our pastors, are not trained in handling mental health issues. നമ്മുടെ പല പാസ്റ്റേഴ്സും ഈ കൗൺസിലിംഗ് അതുപോലെയുള്ള മാനസികാരോഗ്യ കാര്യങ്ങൾ പഠിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാറില്ല. Everything cannot be treated with fasting and prayer. എല്ലാ കാര്യങ്ങളും കേവലം ഉപവസിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പരിഹാരമാകുന്നില്ല. And most of us as pastors, when we cannot solve a problem, we just say, "Shatru bhav shatru dale konangidu." നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമാണ് ശത്രുവിന്റെ പോരാട്ടമാണ്. എല്ലാം ശത്രുവിന്റെ പിശാചിന്റെ തലയിലാണ് നമുക്ക്. And that Pishaj is telling, but they put it on me. സാത്താന് പറയാനുള്ള, അയ്യോ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചത് പോലും ഇല്ല, അത് എന്റെ തലയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. But what we find a lot of young people taking their lives, in contemplating suicide or hurting themselves. Even pastors in America, they say 1 in 5 pastors have been thinking about suicide or hurting themselves because of mental health issues. മാനസികമായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ നിമിത്തം അമേരിക്കയിലേക്ക് 5 പാസ്റ്റേഴ്സിൽ ഒരാൾ വീതം അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളെ തന്നെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. So we have to make sure we understand that mental health problems are real problems that needs medical intervention through medicine. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കാതെ കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സ നാം ആശ്രയിക്കണം, അത് ചെയ്യണം. There are some chemical imbalances that could topple your entire mental aspect and thinking. നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിലൊക്കെ ചില രാസപദാർത്ഥങ്ങളുണ്ട്, ഹോർമോണുകളുണ്ട്. അതിന്റെയൊക്കെ വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസങ്ങൾ വരാം, നിരാശകൾ കയറി പിടിക്കാൻ, ചിലരെ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകാം. ആ സമയത്ത് പ്രത്യേകമായിരിക്കുന്ന ചികിത്സ ആവശ്യമാണ്. So also I'm going to say, connected to that, pastors should continue to invest time into their own development and growth. അതോടൊപ്പം ചേർത്ത് ഞാൻ പറയുകയാണ്, എല്ലാ പാസ്റ്റേഴ്സും പ്രായമായി വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അറിവ്, ജ്ഞാനം, വചനത്തിലുള്ള ജ്ഞാനം, മറ്റു കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാൻ സമയം, ആരോഗ്യം ചെലവഴിക്കണം. 20 years ago, what we studied in Molakada or Kumbara or Punalur is not going to help you with the contemporary problems and contemporary church that you are pastoring. 20 വർഷമോ 30 വർഷം മുമ്പോ കുമ്പനാടോ മുളക്കടിയിലോ പുനലൂരോ ഒക്കെ പഠിച്ച അതേ കാര്യങ്ങൾ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകത്തില്ല. നാം നമ്മുടെ അറിവുകൾ, ജ്ഞാനം വർദ്ധിപ്പിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. Every doctors, every lawyers, every engineers have to periodically go and have refresher courses. When new technology comes, when new processes and new things are introduced, they have to update their knowledge. We update our computers, we update our phones. Why not update your skills, pastors? This is a good place to invest your money and time. നമ്മൾ മറ്റു പല ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ് ഒക്കെ അവരൊക്കെ അവരുടെ അറിവുകളെ അപ്ഡേറ്റ് ചെയ്യുന്നു, കോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ ഓരോ ഡിവൈസുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. പലപ്പോഴും ദൈവദാസന്മാരെ അവരുടെ അറിവ്, ജ്ഞാനം, ദൈവത്തിലുള്ള ആശ്രയം ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചു നിൽക്കുകയാണ്, പുരാതന കാലത്തെ അറിവുകൊണ്ട് നിൽക്കുകയാണ്. Another problem that pastors face and a challenge is loneliness and lack of support.
മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏകാന്തതയാണ്. കുടുംബത്തിൽ നിന്നും മറ്റു പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടാത്തതാണ്. And sometimes, although you belong to an organization, you may not get the necessary proper support. നാം പലപ്പോഴും പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ നമുക്ക് അത്യാവശ്യമായി കിട്ടേണ്ട പിന്താങ്ങൽ, കൈത്താങ്ങൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയിൽ നിന്ന് പോലും അത് ലഭിക്കുന്നില്ലെങ്കിൽ പ്രതിസന്ധിയാണ്. Many pastors, I hate to say this, don't have any support from their own spouses, their wife. ചില പാസ്റ്റേഴ്സൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജീവിത പങ്കാളി തന്നെ അവരെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ചെറുപ്പത്തിലെ ഒന്നും അറിയില്ലായിരുന്നു, ഒരു നഴ്സിനെ കെട്ടി അമേരിക്കയിൽ പോകാൻ എന്റെ ജീവിതം ദുരിതമായി. Sorry to say it like that. They have confessed, and I have seen how their ministry could have gone to a different level if they had married the right person. Sometimes you end up in that situation. ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട പലരും, ചിലരൊക്കെ ഒരു തുറന്നു പറഞ്ഞിട്ടുണ്ട്, അന്ന് അറിയത്തില്ലായിരുന്നു, ഒരു നേഴ്സിനെ കിട്ടി, വിദേശത്തേക്ക് എത്തി പണം കിട്ടി, എന്നാൽ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയ താണുപോയ അനുഭവങ്ങൾ. ഒരുപക്ഷെ അന്ന് വിളിക്കൊത്തവണ്ണം പോയിരുന്നെങ്കിൽ എത്രയധികമായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ടേനെ എന്ന് ചിലർ പറയാറുണ്ട്. Pastors, use your family as your number one support system. പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുന്ന ആ ഒരു കേന്ദ്രമാക്കി നിങ്ങൾ വളർത്തിയെടുക്കണം. God himself knew that Adam was lonely and he needed a helper. കാരണം ദൈവം ആദ്യ മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഏകനാണെന്ന് അറിഞ്ഞ് ദൈവം തന്നെ തക്ക തുണി ഉണ്ടാക്കി കൊടുത്തു. In ministry, use them, use their help. ശുശ്രൂഷയിൽ നമ്മുടെ കുടുംബത്തെ നാം പ്രയോജനപ്പെടുത്തണം. Don't think they have no skills. ചിന്തിക്കരുത് അവർക്ക് കഴിവില്ല, പ്രാപ്തിയില്ല എന്ന് ചിന്തിച്ച് മാറ്റി നിർത്തരുത്. Don't say God only called me. God, when he calls you and the whole family to ministry. പാസ്റ്റേഴ്സ് പറയരുത്, എന്നെ മാത്രമാണ് ദൈവം വിളിച്ചത്, എന്നെ വിളിച്ചില്ല എന്ന് പറയരുത്. കുടുംബമായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. In the Church of God in the United States, they have what's called a pastoral covenant group, where pastors meet by themselves and they share one another's burdens and pray for each other. അമേരിക്കയിലെ പാസ്റ്റേഴ്സ് കവനന്റ് ഗ്രൂപ്പ്, PCG എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരൊന്നിച്ചു കൂടി ഇതുപോലെ അവരുടെ ഭാരങ്ങൾ പങ്കുവെക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. And also that is a place where sometimes you can have, if you are struggling with a problem in your life that you cannot tell your wife or anybody else, you find a trusted pastor or a friend, and then you call them an accountability partner. That means you give that person the right to call you anytime and ask you how it is, and you make a covenant to be truthful to them. ഒരുപക്ഷെ നിങ്ങളുടെ ചില ഭാരങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പങ്കുവെക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതും പക്വതയുള്ള ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ആത്മീയ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ഉടമ്പടിയിലേക്ക് വരിക. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഭാരങ്ങൾ അദ്ദേഹത്തോട് പറയാം. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ആ വിഷയത്തിന് പരിഹാരമായോ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാനുള്ള അനുവാദം കൂടെ അദ്ദേഹത്തിന് കൊടുക്കുവാൻ കഴിയും. But this is successfully working amongst the വെള്ളക്കാരൻ. ഇത് മലയാളികളിലേക്ക് കുവൈറ്റിൽ കൊണ്ട് ഇറക്കി അതൊരു പ്രയർ മീറ്റിംഗ് ആയിട്ട് മാറി. കാര്യം അവരവരുടെ പ്രോബ്ലം വേറെ ആളോട് പറയാൻ തീർന്ന പരിപാടി. മിനിസ്ട്രിയിൽ പോയി എല്ലാം പോയി. കാര്യം ഇന്ന് ഫ്രണ്ട് വഴിയാണ്, നാളെ വഴിയായിട്ട് മാറുന്നു. ഇത് അമേരിക്കയിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കി. പക്ഷെ ഇത് മലയാളികളുടെയും കുവൈറ്റിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ കേവലം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായി. കാരണം ഏതെങ്കിലും ഒരു ദൈവദാസൻ തങ്ങളുടെ ഭാരം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ അത് സ്വീകരിച്ചു കേട്ടതൊക്കെ ഒരിക്കും, നാളെ അത് ചിലപ്പോൾ ഭാര്യയായി തീരും. ഇന്ന് സുഹൃത്തായിരിക്കാം, നാളെ പ്രതിയോഗിയായിരിക്കാം. I don't know the correct word for para in English, but I will tell you that. What is a para? Okay. So brothers and sisters, but I still thank God that the pastors still meet to pray for one another. അതിലും ഒരു ബലമുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. ദേവദാസന്മാർ വല്ലപ്പോൾ ഒരുമിച്ച് കൂടി അന്യോന്യം ഭാരങ്ങൾ വഹിക്കാനല്ലേ പറയുന്നത്. So share your burdens whatever you can, and sometimes you don't have to tell everything. You just say, I'm struggling with a problem in my family. Just pray for that. അത്രയൊന്നും നമുക്ക് പറ്റത്തില്ലെങ്കിലും നമ്മുടെ ദേവദാസന്മാരോട് നമ്മുടെ ഭാരങ്ങൾ തുറന്നു പറഞ്ഞ് പ്രാർത്ഥന ആവശ്യപ്പെടുകയും അവരുടെ പ്രാർത്ഥന കൈക്കൊള്ളണം. അതോടൊപ്പം തന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Remember, Paul talks about 4 pillars of pastoral ministry. Emphasize on those 4 pillars. അപ്പോസ്തലനായ പൗലോസ് പാസ്റ്റർ സഭാ ശുശ്രൂഷയുടെ 4 തൂണുകളെ കുറിച്ച് ഓർപ്പിക്കുന്ന ഞാൻ പറഞ്ഞു. You know, he talks about that in the 1 Timothy chapter 4 verse 16. He says, watch yourself and guard yourself.
1 തിമോഥെയോസ് 4:16 പൗലോസ് പറയണം, നിന്നെ തന്നെയും ഉപദേശത്തെയും കാത്തു സൂക്ഷിക്കുക. Secondly, I'm not going to expand on that because preaching to pastors is like preaching to the choir. American pastor, you don't need to be preaching to the choir. I'm just reminding you. അമേരിക്കയിൽ ഒരു പറച്ചിലുണ്ട്, ഈ കൊയറിനോട് പാസ്റ്റേഴ്സിനോടൊന്ന് പ്രസംഗിക്കേണ്ട, കാരണം അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയല്ല, ഞാൻ ജസ്റ്റ് ഓർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നത്. First one is practice self-watch. Watching yourself. I already mentioned that at the beginning. ഒന്നാമത്തെ കാര്യം നമ്മെ തന്നെ നോക്കുക, നമ്മെ തന്നെ കാക്കുക. Number 2, preach the word. 2 Timothy 4:1 and 2. രണ്ടാമത്തെ കാര്യം വചനം പ്രസംഗിക്കുക. Number 3, produce other pastors. 2 Timothy 2 and 2, or other leaders. മൂന്നാമത്തെ കാര്യം 2 തിമോഥെയോസ് 2:2 പ്രസംഗകരെ ഇത് ഫലമേൽപ്പിക്കുക, മറ്റുള്ളവരെ ഇത് ഫലമേൽപ്പിക്കുക. So these are the and then finally do the work of an evangelist. അവസാനത്തെ കാര്യം 2 തിമോഥെയോസ് 4:5 സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. So when you do these 4 things, the burden of your ministry rests on these 4 pillars, and then your ministry will go well. നമ്മൾ ഈ 4 തൂണുകൾ ഉയർത്തി അവരിലേക്ക് നമ്മുടെ ഭാരം കൊടുത്താൽ നമ്മുടെ ഭാരം കുറയും, നമുക്ക് നേരെ നിൽക്കുവാനും കഴിയും. According to the Barna report, 57% of pastors have said that they want to quit the ministry. 57% പാസ്റ്റേഴ്സ് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ റിപ്പോർട്ട് പറയുകയുണ്ടായി. Stress, problems from the believers, problems from the family, problems of health problems, mental health problems. These are all issues. These are real issues. By the way, മറക്കല്ലേ, പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെ പോലെ. അതെല്ലാം വിളിച്ച് പറയണം ആരുണ്ട് ഈ വിശ്വാസങ്ങളോട്. പക്ഷേ അവിടെ ബ്രേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ നേരിടുന്ന സംഘർഷങ്ങൾ, വിശ്വാസികൾ ഉയർത്തുന്ന ആവശ്യകതകൾ, ഇതെല്ലാം കൂടെ നേരിടുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യരാണ്, ബലഹീനരാണ്, തിരിച്ചറിയുമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പരിമിതികളുണ്ടല്ലോ. നമ്മുടെ പ്രോബ്ലം ആരോടാണ് പറയുന്നത്? വിശ്വാസികളുടെ പ്രോബ്ലം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും, എന്റെ പാസ്റ്ററെ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് കൂടെ ഉള്ള വിശ്വാസം കൂടെ പോയെന്ന് പറയും. പാസ്റ്റർമാർക്കും പ്രശ്നമുണ്ടോ? നമ്മുടെ അവരവരുടെ പ്രശ്നങ്ങൾ നമ്മളോടാ പറയേണ്ടത്, നമ്മളാരോടാ പറയേണ്ടത്? ആരോട് പറഞ്ഞാൽ I'm not getting into that. Let's summarize. ഞാൻ പണ്ടേ പറഞ്ഞ ഇതിൽ ഇറങ്ങരുത് എന്നുള്ള കമന്റുകളൊക്കെ കേൾക്കേണ്ടി വരും. So let me just summarize quickly. 1 Thessalonians 5:24 says, if you are one of those thinking to quit your ministry, here I've got a word for you. 1 തെസ്സലോനിക്കർ 5:24 നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷ മതിയാക്കണം, അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ വാക്കുകൾ നന്നായി ശ്രദ്ധിക്കുക. He who called you is faithful, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തൻ, who also will do it. അവനത് നിവർത്തിക്കും. We must learn to cope with stress and to confront it. നാം നേരിടുന്ന സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, ഹാൻഡിൽ ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. നാം ആശ്വാസങ്ങളെ കണ്ടെത്തണം. When the problems come against you, don't avoid it, but confront it and deal with it. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നമുക്ക് നേരെ കടന്നു വരുമ്പോൾ ഒഴിഞ്ഞു മാറി പതുങ്ങിയിരിക്കാമെന്ന് ചിന്തിക്കണ്ട. കർത്താവിൽ ധൈര്യം ഏറ്റെടുത്ത്, കൃപയേറ്റെടുത്ത് ജയിച്ച് ജയാളികളാകണം. But you cannot do it by yourself. എന്നാൽ നിങ്ങൾക്ക് മാത്രം അത് ചെയ്യുവാൻ കഴിയത്തില്ല. But the psalmist says in 18 and 29, by you I can run against a troop. ദാവീദ് സങ്കീർത്തനം 18:29 പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും. Oh my goodness, I was a major in the infantry. ഞാൻ മിലിറ്ററിയിലെ ഇൻഫൻട്രിയിലായിരുന്നു. കാൽപ്പടപട്ടാളം. That's what they call it. That means we were the ones that really went into fight. ഞങ്ങളായിരുന്നു ആദ്യം ചെന്ന് ശത്രുക്കളെ നേരിടേണ്ടത്. We have so much of armor and so much of training that it is impossible practically for anyone to run against a troop. You can run against an individual soldier or a sniper, but you cannot run against a troop that is so very well organized. എല്ലാ ആയുധങ്ങളുണ്ടെങ്കിലും, എല്ലാ പരിശീലനം കിട്ടിയവരാണെങ്കിലും, ഒരു വ്യക്തി ഓടി ഞങ്ങൾക്കെതിരെ വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട വിധങ്ങൾ. Because you are risking your life. കാരണം അവിടെ നമ്മൾ നമ്മുടെ ജീവനെ വെച്ചുകൊണ്ടാണ് പോരാട്ടം നടത്തുന്നത്. But the psalmist says, the impossible I can do when God is with me. Hallelujah. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ, വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും, ചെയ്യാനല്ല ഒന്നിച്ചു വരുന്നവരാണെങ്കിലും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും. He doesn't say I will go by myself. By my God I will go together. Hallelujah. ദാവീദ് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതല്ല, ദൈവത്തോടൊപ്പം, ദൈവത്താൽ ഞാൻ പോകുമെന്ന്. And then he says, by my God I can leap over a wall. വീണ്ടും ദാവീദ് തുടരുകയാണ്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. What about
our military training was obstacle courses in which we had to leap over a wall. മിലിറ്ററിയിലെ പരിശീലനങ്ങളുണ്ട്, മതിലുകൾ കയറി അപ്പുറത്ത് ചെല്ലണം. So in that training, I remember sitting here today, how we would come in our uniform completely and then just jump against this wall, become fast and jump. And I remember so many times slipping and falling down. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അത് ഓർക്കുകയായിരുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ മതിലുകളെ ചാടിക്കടക്കേണ്ട ആ ഒരു സമയത്ത് ചാടി നമ്മൾ കയറുമ്പോൾ വീണ്ടും തെന്നി വീഴുന്ന പതിവുണ്ട്. But you know how we finally make it, how we go over the wall? എന്നാൽ അവസാനം എങ്ങനെയാണ് അതിലേക്ക് ചാടിക്കിടക്കുന്നതെന്ന് അറിയാമോ? One person will come and the other person will help the other person to go up on the top. And the one who is there, imagine this is the top of the wall. They will lie down on the wall and they will put their hand down so that the next person can come and hold on to their hand and they will lift them up. എങ്ങനെയാണ് അത് കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആ വലിയ കുന്നിന്റെ മുകളിൽ, ആ മതിലിന്റെ മുകളില് ആദ്യം ചെല്ലുന്ന ഒരു പടയാളി കിടക്കും, കമന്ന് കിടക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ തുടർന്ന് ചാടി വരുന്ന ആളിന്റെ പടയാളിയുടെ കയ്യിലേക്ക് കൊടുത്ത് വലിച്ചു കയറ്റുകയാണ്. So my God is there on top of this Amen. wall. Hallelujah. He is extending his hand and saying, "Come over, my child. With the help of my God, I can leap over the wall. Hallelujah. Any obstacles that comes against my ministry, in the name of Jesus, we can overcome it as long as our God is with us." Hallelujah. നമ്മുടെ കർത്താവ് ജയിച്ച ജയവീരനായി, ഹല്ലേലൂയ, നാം ചാടിക്കടക്കേണ്ട മതിലുകളുടെ മുകളിലുണ്ട്. വിശ്വാസത്തോടെ നാം ഓടിയെടുക്കുന്നെങ്കിൽ കർത്താവ് തന്റെ വലം കൈ തന്ന് നിങ്ങളെ വലിച്ചു കയറ്റി നിങ്ങൾക്ക് സ്വയം കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഏത് മതിലുകളും ചാടിക്കിടക്കുവാൻ കർത്താവ് ബലം നൽകും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ശക്തി പകരുന്ന ദൈവമത്രേ. Hallelujah. When you shall receive the Holy Spirit, you will receive power when the Spirit of God comes upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും, ശക്തി പ്രാപിക്കും. Many ministers are weak today because they do not tap into the holy power, the Spirit of the Holy Power. മറ്റൊരു The power of the Holy പരാജയം Spirit. ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പലരും പ്രാപിക്കുന്നില്ല. And also those who have received do not refresh their power with the Lord. ചിലർ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആ ശക്തിയെ പുതുക്കുന്നില്ല, അങ്ങനെ ക്ഷീണിച്ചു പോകാറുണ്ട്. That power is always available for us to help us in our ministry. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ നമുക്ക് സ്വയശക്തിയായി ചെയ്തു തീർക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കുന്നെങ്കിൽ അത് ജയകരമായി ചെയ്യുവാൻ By കഴിയും. my God, I can do great exploits. എന്റെ ദൈവത്താൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. And the power of the Holy Spirit, I can overcome everything. Yes, hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏത് പ്രതിസന്ധികളെയും ഞാൻ അതിജീവിക്കും. May the Lord help us to do that, to be successful in our ministry in the days ahead. പ്രിയമുള്ളവരെ, ഇനി കടന്നു വരുന്ന ദിവസങ്ങളിലെ ഈ പറഞ്ഞ ദൈവിക ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ വലിയ ജയങ്ങളെ നേടി വിജയകരമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. Thank you, pastors, for the opportunity, and thank you for a wonderful, nice translation. ഈ അവസരത്തിന് പ്രത്യേക നന്ദി, നല്ല പരിഭാഷയ്ക്ക് നന്ദി അറിയിക്കുന്നു.